സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു പുതിയ സ്ട്രാറ്റജി നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സോ അതിൽ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. സോ അതാണ്. സോ ഈ ഇടയായിട്ട് കുറച്ച് കാര്യങ്ങൾ അതിൽ വർക്ക് ആവുന്നില്ല. സോ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ഡീറ്റെയിൽ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട്. സോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ, എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. കാരണം ഇതിലെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഒന്നും അടിച്ചു വിടാനായിട്ടില്ല. സോ അടിച്ചു വിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. കാരണം സോ നമ്മൾ എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇതിന്റെ അകത്ത് തന്നെ ക്ലിയർ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, സോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടോളൂ, എന്നാലേ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുള്ളൂ. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. സോ എന്തൊക്കെയാണ് നോക്കി കഴിഞ്ഞാൽ ഓരോന്നായിട്ട്, അതായത് ഇത് ഓരോ ഇന്റേണൽ പാറ്റേൺസ് പോലത്തെ ഓരോ സംഭവങ്ങളുണ്ട്. സോ അതിലൊന്നും ഇത് വല്ലാതെ വർക്ക് ആവുന്നില്ല. അതേപോലെ തന്നെ ഇതിൽ ചില പാറ്റേൺ മൂവ്മെന്റുകൾ വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് പോകുന്നുണ്ട്. അതിന്റെ റീസൺസും കൂടിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇത് രണ്ട് ഇതിലും നോക്കണം, ബ്രോക്കർ അക്കൗണ്ടിലും നോക്കണം, അതേപോലെ തന്നെ ട്രേഡിംഗ് വ്യൂ അക്കൗണ്ടിലും നോക്കണം. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മെയിൻലി എൻട്രി എടുക്കേണ്ടത് ഇനി മുതൽ. ഓക്കെ, സോ നമ്മളിത് ടെസ്റ്റിംഗ് സ്റ്റേജിലാണ്, ഇനിയും കണ്ടിന്യൂസ്ലി ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഇന്നൊരു ട്രേഡ് ഇട്ടുണ്ടായിരുന്നു, അത് SL അടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസൺ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. സോ GBP JPY-യിലാണ് അത് SL അടിച്ചിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ട് എങ്ങനെയെന്നുള്ള റീസൺസ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സോ ഇത് പുതിയ അപ്ഡേറ്റഡ് വീഡിയോ ആണ്. രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. സോ ഇത് ഇന്ന് അതായത് ഞാനിന്ന് ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. സോ ആ ഒരു ട്രേഡിൻ്റെതാണത്. മറ്റേ ട്രേഡ് ഞാൻ ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഞാനിവിടെ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഓൾറെഡി മാർക്കറ്റ് അപ് ട്രെൻഡാണ്. ഓക്കെ, അപ്സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് നമ്മളുടേതായിട്ടൊരു പാറ്റേൺ ക്രിയേറ്റ് ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഡൗൺ സൈഡ് ഇതായി. ഓക്കെ, നമ്മളവിടെ റൂൾസ് അപ്ലൈ ചെയ്തു, ട്രേഡ് എൻ്റർ ആയി. പക്ഷെ അവിടെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി മാർക്കറ്റ് ഒരു ഷിഫ്റ്റ് അടിയിലോട്ട് തന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു പാറ്റേൺ കണ്ടോ, അതായത് ഒരു വിക്ക് ക്യാൻഡിൽ പ്ലസ് സ്കൂപ്പ് ക്യാൻഡിൽ അവിടെ ക്രിയേറ്റ് ആയി. അതായത് ഒരു സ്ട്രോങ് ബൈ ക്യാൻഡിൽ അവിടെ ക്രിയേറ്റ് ആയി. സോ അത് ഹാഫ് ഓഫ് നമ്മുടെ SL കവർ ചെയ്ത് കഴിഞ്ഞു. സോ ആ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ആയപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, അത് ക്ലോസ് ചെയ്യണമായിരുന്നു. ഓക്കെ, സോ ഫസ്റ്റ് അങ്ങനെയാണ്. അടിയിലോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് വിക്കുകൾ രൂപപ്പെടുകയാണ്. അതായത് സ്ട്രോങ് വിക്കും അതേപോലെ തന്നെ സ്ട്രോങ് ബൈ സൈഡ് ക്യാൻഡിൽസും ക്രിയേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരിക്കലും നമ്മൾ വിചാരിച്ച സൈഡിലോട്ട് വരണമെന്നില്ല. ഓക്കെ, 80% ചാൻസും മാർക്കറ്റ് അടിയിലോട്ട് പോകാനാണ് മുകളിലോട്ട് പോകാനാണ് സാധ്യത ഇങ്ങനെ. സോ അത് വിചാരിച്ച പോലെ തന്നെ SL ഹിറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് മെയിൻ. ട്രെൻഡ് നോക്കി ട്രേഡ് ചെയ്യണം, അതേപോലെ തന്നെ ക്യാൻഡിൽസ് നോക്കി ട്രേഡ് ചെയ്യണം. ഇതാണ് ഇതിലെ മെയിനായിട്ടുള്ള സംഭവം. അതേപോലെ തന്നെ നമ്മൾ ട്രേഡിംഗ് വ്യൂവിലും അതേപോലെ തന്നെ നമ്മൾ ബ്രോക്കർ അക്കൗണ്ടിലുള്ള രണ്ട് ചാർട്ടുകളും നമ്മൾ വാച്ച് ചെയ്യണം. സോ എനിക്കിവിടെ പറ്റിയ മണ്ടത്തരം എന്താ വെച്ചാൽ, ബ്രോക്കർ ചാർട്ട് ഞാൻ വാച്ച് ചെയ്തില്ല. സോ ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കാം. ആ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഒരു ഗ്യാപ്പ് ഡൗൺ. ആ ഗ്യാപ്പ് ഡൗൺ അവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. സോ ആ ഒരു ഗ്യാപ്പ് ഡൗൺ ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, മുകളിലോട്ട് പോയി. അതവിടെ ഉണ്ടായത് സത്യത്തിൽ. ഓക്കെ, സോ മാർക്കറ്റിൽ ഇങ്ങനെ അല്ലായിരുന്നു അതിൻ്റെ സ്ട്രക്ചർ. ഇതൊരു എന്താണ് പറയുക, ഒനാണ്ട ചാർട്ടിൻ്റെ സ്ട്രക്ചറാണ്. FXM ചാർട്ടിൻ്റെ സ്ട്രക്ചറാണ്. ഓക്കെ, FXM ചാർട്ടിൻ്റെ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ എന്താണ്, ആ ഗ്യാപ്പും ഗ്യാപ്പ് ഡൗൺസും ഒന്നും ഇതിൽ കാണിച്ചിട്ടില്ല. അത് പക്ഷേ മറ്റേ ബ്രോക്കർ അക്കൗണ്ട് ചാർട്ടിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് അപ് ട്രെൻഡാണ്. ഈ രണ്ട് കാര്യങ്ങൾ മെയിൻലി നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പോക്കെയാണ്. സോ എൻ്റെ ട്രേഡ്സ് ഈ ആഴ്ചയിലെ ഫസ്റ്റ് ട്രേഡായിരുന്നു. സോ അത് SL ഹിറ്റ് ചെയ്തു. സോ ഓവറോൾ ഇപ്പോൾ ഒരു $3,000 നമ്മൾ ലോസിലാണ്. സോ നമുക്ക് മാക്സിമം ലോസ് വരുത്താൻ പറ്റണത് 10,000 ആണ്. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്പെരിമെൻ്റൽ ട്രേഡ്സ് ആണ്. ഇത് ഞാൻ നിങ്ങളോട് ഒരിക്കലും എടുക്കാൻ പറയില്ല. ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്യും, ഒരിക്കലും എടുക്കാൻ പറയില്ല. കാരണം എക്സ്പെരിമെൻ്റൽ ട്രേഡ്സ് ആണ്. പിന്നെ നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള ട്രേഡ്സ് മാത്രം, നമുക്കൊരു വിശ്വാസമുള്ള ട്രേഡ്സ് മാത്രം നമ്മൾ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുള്ളൂ. എൻ്റെ വിശ്വാസത്തിൽ അങ്ങനെ ആരും ട്രേഡ്സ് എടുക്കലില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് എക്സ്പെരിമെൻ്റൽ ട്രേഡ്സ് ആണ് എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ എന്താണ്, പലതും സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റേ
സ്ട്രേറ്റ് ഹോംസ് വീണ്ടും ക്ലോസ് ചെയ്തതിൻ്റെ ഇഷ്യൂസ്, അങ്ങനെ വേറെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ ഞാൻ കുറച്ചും കൂടി ടൈം ലെസ്സായിട്ട്, അതായത് 5 മിനിറ്റിലേക്കുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ 50 മിനിറ്റിൻ്റെയും നോക്കുന്നുണ്ട്. സോ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ യൂറോ USDയിൽ ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ട്രേഡ് 5 മിനിറ്റിലാണ് ഞാൻ എടുത്തത്. ഓക്കെ, 5 മിനിറ്റിലെടുത്തത് ഇങ്ങനെ കാണാൻ പറ്റും. 5 മിനിറ്റിലെ ട്രേഡാണത്. 5 മിനിറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സ്ട്രക്ചർ നമുക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. സോ ഇതൊന്നും നമ്മൾ ജെന്യൂനായിട്ട് എടുക്കുന്നതല്ല, നമ്മളുടെ ചലഞ്ച് ഫണ്ടഡ് അക്കൗണ്ടിൽ എടുക്കുന്നതാണ്. സോ അത് പോയാലും ആ ഫണ്ടഡ് അക്കൗണ്ട് മാത്രമേ പോവുള്ളൂ, നമ്മളുടെ റിയൽ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഒരിക്കലും എടുക്കില്ല. അത് നമ്മൾ എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയില്ല. സോ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സ്ട്രക്ചറോടെ വന്നു. കറക്റ്റായിട്ട് കണ്ടോ, ഇത് ബ്രേക്കായി. സോ ഇവിടെ നിന്ന് ജസ്റ്റ് ബ്രേക്കായി, പക്ഷെ അവിടെ വിക്കാണ്. ബ്രേക്കായി, മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടെ നിന്ന് നമ്മൾ എടുത്തു. മാർക്കറ്റ് ഇപ്പോൾ അടിയിലോട്ട് വരുന്നുണ്ട്. ഇതുവരെ അടിയിലോട്ട് വരുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും മാർക്കറ്റിനെ വാച്ച് ചെയ്യാം. സോ അവിടെ വിക്സ് ഉണ്ടാവുന്നുണ്ട്. മാർക്കറ്റ് എന്തായാലും മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ മാർക്കറ്റിനെ കണ്ടിന്യൂസ്ലി വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ ഉണ്ടാവും. വാട്സപ്പിൽ ജോയിൻ ചെയ്തവർ വാട്സപ്പിൽ ജോയിൻ ചെയ്തോളൂ. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പണി കിട്ടും. സോ എല്ലാം ട്രേഡിങ്ങിൽ എന്താണ്, നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, എന്നാലേ നമ്മളെ ലോസിങ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ SL ലിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഇട്ടേച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ ഇട്ടേച്ച് പോവും. നമ്മളെക്കാട്ടും സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ അത് ഓവർകം ചെയ്ത് അവർ പ്രോഫിറ്റ് ആവുകയും ചെയ്യും. ഓക്കെ, സോ നമ്മളുടെ പഴയ സ്ട്രാറ്റജീസ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും പ്രോഫിറ്റാണ്, റണ്ണിങ് ആണ്, അടിപൊളിയായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. SMC പ്ലസ് കൺഫർമേഷൻ ട്രേഡ്സ് കിട്ടുന്നത് കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാം, ഇത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതും കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ രണ്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, സോ അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ട്, ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ വീഡിയോ കണ്ടവർക്ക് എന്താണ് ഇതിനുണ്ടായ റീസൺ, സോ പുതിയ അപ്ഡേറ്റിൽ അതായത് എന്തൊക്കെയാണ് ഇതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ടുണ്ടാവും. ഓക്കെ, സോ ഇനി വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പോയി കണ്ടിട്ട് പോര്, എന്നാലേ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ മുഴുവനായിട്ട് കണ്ടിട്ട് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് അടിയിലുണ്ട്, അതിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. ഓക്കെ, എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞുതരാം. ഓക്കെ, സോ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാതെ ഒരേ തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോസിങ് തന്നെ പോയിക്കൊണ്ട് അങ്ങനെ ഇരിക്കും. സോ നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം നമ്മളൊരു 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 4 വിന്നായാൽ മതി. ഓക്കെ, സോ ആ രീതിയിലാണ് നമ്മൾ ട്രേഡ്സും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ എന്തായാലും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും, എന്നാലേ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ സെബി പറഞ്ഞ പോലെ 90% F&O ട്രേഡേഴ്സും ലോസിലാണെന്നാണ് പറഞ്ഞ പോലെ തന്നെ നമ്മളും ഫോറക്സിൽ ലോസിൽ റണ്ണ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഡിസിപ്ലിൻ ആൻഡ് ഇമോഷൻ കൺട്രോളിങ് ഈസ് ദ കീ ടു സക്സസ്. അത് മനസ്സിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡിങ് കണ്ടിന്യൂ ചെയ്യുക. ഒരു ട്രേഡ് SL അടിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങൾ ട്രേഡിങ് നിർത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഇതിൽ നിങ്ങൾ ഫെയിലായി എന്നുള്ളത് കരുതവും വേണ്ട. ഓക്കെ, സോ എന്തായാലും കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് തന്നെ പോവാം. അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.